വളരെ പണ്ടല്ലാതെ ഞാനൊരു ചെറിയ സജഷൻ തന്നിരുന്നു. നിങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ട്. നിങ്ങൾ ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും, ഇന്നലെ ഞാൻ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോൾ ഒരു ഡോക്ടർ ആ മരുന്ന് മേടിക്കുന്ന സ്ത്രീയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എഴുതി കൊടുത്ത മരുന്നിൻ്റെ ലിസ്റ്റ് നോക്കി ഞാൻ. ഒരു കുട്ട, ഒരു വലിയ ബോക്സ് നിറച്ച് അച്ഛനും അമ്മയ്ക്കും ഒരു മാസത്തേക്കുള്ള മരുന്നാണ്. എനിക്ക് ആ സ്ത്രീയെ പരിചയം ഉണ്ടായിരുന്നു. എൻ്റെ ലാബറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഈ മരുന്നിൻ്റെയൊക്കെ സൈഡ് ഇഫക്റ്റും ഈ മരുന്ന് കഴിച്ചാലുള്ള ഗുണവും ദോഷവും ഒക്കെ അറിയോ? നിങ്ങൾ ഏത് മോഡേൺ ഡോക്ടറുടെ അടുത്ത് ചെന്നാലും വയറുവേദന ഉണ്ടെന്ന് പറയുമ്പോൾ വയറുവേദനയ്ക്കുള്ള ഒരു മരുന്ന് തരും. ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു മരുന്ന് തരും. നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു മരുന്ന് തരും. എനിക്ക് എവിടെ പോയിരുന്നാലും ശ്രദ്ധിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ, ഡിപ്രഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിനൊരു മരുന്ന് തരും. നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അതനുസരിച്ച് മരുന്ന് എഴുതിക്കൊണ്ടേയിരിക്കും. പണ്ടത്തെ ഡോക്ടർമാർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു മരുന്നാണ് തരിക. ഇന്ന് അങ്ങനെയല്ല. 5 പ്രോബ്ലം ഉണ്ടെങ്കിൽ 5 മരുന്നാണ്. ഈ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എൻ്റെ വൈഫിൻ്റെ കയ്യ് പഴവങ്ങാടി ഗണപതി കോവിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും തെറ്റി വീണ് ഒടിഞ്ഞു. 6 ഗുളികയാണ് തന്നത്. പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സ്ലിപ്പും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ഇതിൽ 1ാമത്തെ ഗുളിക വേദന ഉണ്ടെങ്കിൽ കഴിക്കാനാണ്. പിന്നെ എന്തിനാ സാറേ ഈ 14 എണ്ണം എഴുതിയേക്കണേ? വേദന ഉണ്ടെങ്കിൽ കഴിച്ചാൽ പോരെ. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ മേടിക്കണ്ട. 2ാമത്തെ ഗുളിക എന്താ? അത് നീരുണ്ടെങ്കിൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. നീരുണ്ടെങ്കിൽ ഇപ്പം 2 ദിവസമായല്ലോ, ഇന്നലെയാണ് വന്നത്, നീരൊന്നും ഇല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് കാൽസ്യം എഴുതിയിട്ടുണ്ട്. സ്കെലിറ്റൽ സിസ്റ്റം. കാൽസ്യത്തിൻ്റെ പ്രോബ്ലം ശരിക്കും എൻ്റെ വൈഫിനുണ്ടോ? ഇല്ല, പ്രോബ്ലം ഒന്നുമില്ല, വേണമെങ്കിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അടുത്തത് എന്തിനാ സാറേ? ബൈ ചാൻസ് രാത്രി എങ്ങാനും വേദന കൊണ്ട് ഉറക്കം വന്നില്ലെങ്കിൽ സെഡേറ്റീവായിട്ട് പറഞ്ഞാൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ 5-6 ഗുളിക എഴുതി തന്നു. സാറേ ഈ പ്രോബ്ലങ്ങളൊന്നും ഇല്ലെങ്കിലോ? ഈ പ്രോബ്ലങ്ങളൊന്നും ഇല്ലെങ്കിൽ വാങ്ങിക്കേ വേണ്ട. പക്ഷേ സാറ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ചിലത് എഴുതിയിട്ടുണ്ട്, ചിലത് രാവിലെ വൈകുന്നേരം വേറെ ചിലത് എഴുതിയിട്ടുണ്ട്, ചിലത് ഉറങ്ങാൻ നേരത്തെ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ അവരിതൊക്കെ തിന്നില്ലേ? അല്ല, വേണമെന്നുള്ളവർ കഴിക്കാൻ, വേണ്ടെന്നുള്ളവർ വേണ്ട. ഡോക്ടറുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യലാണ് എൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് പലപ്പോഴും നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവുന്ന ധരിച്ചിട്ട് ഡോക്ടർമാർ എഴുതുന്നതാണ്. അതുകൊണ്ട് അത് തിന്നാതിരിക്കാനോ കഴിക്കാതിരിക്കാനോ ഉപയോഗിക്കാതിരിക്കാനോ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, ആൻഡ്രോയിഡിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഈ മരുന്നിൻ്റെ പേരൊന്ന് എഴുതുക. നിങ്ങൾ 10ാം ക്ലാസ്സിൽ +2 ലെവലിൽ പഠിച്ച വ്യക്തിയാണെങ്കിൽ ആ മരുന്നിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഇന്ന കാരണത്തിന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് വേദനയ്ക്കുള്ളതാണ്. അപ്പം 14 എണ്ണം വാങ്ങിക്കുന്നതിന് പകരം 1-2 വാങ്ങിക്കാം. ആൻറ്റി ഇൻഫ്ലമേറ്ററി. കയ്യിൽ നീരില്ല, ചെറിയ നീരേ ഉള്ളൂ എങ്കിൽ ഒന്ന് ചൂട് പിടിച്ചാൽ പോകും. ഒരു പ്രോബ്ലം ഇല്ല, ടാബ്ലറ്റ് കഴിക്കേണ്ട. ഇതൊക്കെ കഴിക്കുമ്പോൾ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവാതിരിക്കാൻ വേറൊരു ടാബ്ലറ്റ് ഉണ്ടാവും. അതിന് എഴുതിയിട്ടുണ്ടാവും ഹൈപ്പർ അസിഡിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് ആ മൊബൈൽ ഫോണിൽ എഴുതിയിട്ടുണ്ടാവും. അതിന് പകരം ഒരു ഇത്തിരി തൈരും പാലും ചേർത്ത് കഴിക്കുക. അപ്പോൾ ഹൈപ്പർ അസിഡിറ്റി പോകും. ഈ മരുന്ന് കഴിച്ചാലൊന്നും ഹൈപ്പർ അസിഡിറ്റി പോവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ വേറെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ ആലോചിച്ചാൽ പോരെ, 1-2 സെഡേറ്റീവ് മേടിച്ച് വയ്ക്കുക. വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ കുറേ നേരം ഉച്ചയ്ക്ക് ഉറങ്ങാതിരുന്നാൽ രാത്രി ഉറക്കം വരും ഓട്ടോമാറ്റിക്കലി. ഇത് ഡോക്ടർമാർ തരുന്ന ഗുളികകളൊക്കെ കുഴപ്പമുള്ളതാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നല്ലോണം ശ്രദ്ധിച്ച് മരുന്ന് തരുന്നവരും ഉണ്ട്. ഈ ഡോക്ടർമാർ ഈ ഗുളിക എഴുതണം എന്നുള്ളത് ആശുപത്രിക്കാരുടെയും നിർബന്ധമാണ്. ഇതിൻ്റെ ഒരു ചെറിയ നല്ല കമ്മീഷൻ ഒരു പാർട്ട് ഡോക്ടർക്കും കിട്ടും, ഒരു വലിയ പാർട്ട് ആശുപത്രിക്കും കിട്ടും. അതൊക്കെ ശരിയാണോ തെറ്റാണോ, വിളിച്ചു പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. മന്ത്രിമാരുടെയും അഡ്വക്കേറ്റുമാരുടെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും കൈക്കൂലിയും അഴിമതിയും എല്ലാം പത്രമാധ്യമങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഡോക്ടർമാർ മേടിക്കുന്ന കമ്മീഷനെ കുറിച്ച് ആരും പറയാറില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എല്ലാ ഡോക്ടർമാരും മേടിക്കുമെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ എല്ലാം ഉള്ളതില്ല. എല്ലാവരും അഴിമതിക്കാരാണോ? അല്ല. എല്ലാവരും നല്ലവരാണോ? അല്ല. എല്ലാവരും കൈക്കൂലിക്കാരാണോ? അല്ല. എല്ലാവരും തിന്മ ചെയ്യുന്നവരാണോ? അല്ല. എല്ലാവരും മടിയന്മാരാണോ? അല്ല. 2 വിഭാഗത്തിലുള്ളവരുണ്ട്. പക്ഷെ കൂടുതൽ കമ്മീഷനും
ഇതൊക്കെ ജനറലി മേടിക്കണമെന്ന് ഇൻഡയറക്ട്ലി ഡോക്ടർമാരോട് ആശുപത്രിക്കാർ പറയാറുണ്ട്. ഞാൻ വിഷയം മാറിപ്പോയതല്ല. നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഈ മരുന്ന് എന്ന് പറഞ്ഞാൽ മൃതസഞ്ജീവനി ഒന്നുമല്ല, നല്ല കെമിക്കലും അസൽ സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രം കഴിക്കാം. ജീവൻ മരണ പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിലുള്ള രോഗങ്ങൾക്കില്ല. പക്ഷേ ഹൈ ലെവൽ ഇൻഫെക്ഷനും അത്ര സീരിയസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അല്ലെങ്കിലൊക്കെ സിംറ്റോമാറ്റിക് റെമഡിയാണ്. ആ രോഗലക്ഷണങ്ങൾ ഇല്ലാതെയാക്കാനുള്ളതാണ്. ഞാനൊരു 3-4 ദിവസം മുമ്പ് പറയുകയുണ്ടായി, ഒരു കുട്ടി ഛർദ്ദിച്ചപ്പോൾ ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്നാണ് കൊടുത്തത്. ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ വയറ്റിനകത്ത് യോജിക്കാത്തത് എന്തോ ഉണ്ട്, അത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് ഛർദ്ദിക്കുന്നത്. ആ ഛർദ്ദിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തതോടുകൂടി ആ സ്റ്റൊമക്കിനകത്തുള്ളത് ബ്ലോക്കായി ആ കുട്ടി മരിച്ചു. ഞാനിത് പറയുന്നത് ഏത് മരുന്ന് കഴിക്കുന്നതിന് മുമ്പും വേണമെങ്കിലും വേണ്ടെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അറിയാനുള്ള, ആ മരുന്നിൻ്റെ അതിൽ കൊടുത്തിരിക്കുന്ന പേര് ഗൂഗിൾ സെർച്ചിൽ മുകളിൽ കൊടുക്കുക. സെക്കൻഡ് കൊണ്ട് ഒരു ഡിക്ഷണറി നോക്കണ്ട, ഒരു പുസ്തകം നോക്കണ്ട, നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ്, ഡോസ്, അതെത്ര കഴിക്കണം, എന്തിനാണ് കഴിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമേ മരുന്ന് കഴിക്കാവൂ. അതൊരു ശീലമാക്കാൻ സാധിക്കട്ടെ. പ്രണാമം. നമസ്കാരം.